പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2020 നവംബർ 26 വ്യാഴം. വാർത്തകൾ വായിക്കുന്നത് സാന്ദ്ര. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഡീറിംഗ് റോഡ്, അൽ റയാൻ, അൽ വക്ര, supporting every patient with quality care. പ്രധാന വാർത്തകൾ. ഖത്തറിൽ ഇന്ന് 215 പേർക്ക് കോവിഡ്, 248 പേർ കൂടി രോഗമുക്തരായി. തീവ്രവാദത്തിനെതിരെ പോരാടാൻ ഖത്തറിൽ പുതിയ ഓഫീസ് നിർമ്മിക്കാനൊരുങ്ങി UN. ബഹ്റൈന്റെ കപ്പലുകളെ തടഞ്ഞത് അനുമതിയില്ലാതെ സമുദ്ര അതിർത്തിയിൽ പ്രവേശിച്ചതിനാണെന്ന് ഖത്തർ. ഗൾഫ് സഹകരണ കൌൺസിൽ അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങി വരണമെന്ന് ഖത്തർ. ഖത്തറിൽ അർദ്ധവാർഷിക അവധി പ്രമാണിച്ച് നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം ജീവനക്കാർക്ക് നിർദ്ദേശം. സൗദിയിൽ കോവിഡ് രോഗമുക്തി നിരക്ക് ഉയരുന്നു. ഇനി ചികിത്സയിലുള്ളത് 5334 പേർ. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 215 പേർക്കെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 248 പേരാണ് രോഗമുക്തരായത്. ഇതോടെ ആകെ രോഗമുക്തരായവരുടെ എണ്ണം 1,34,198 ഇന്നത്തെ രോഗികളിൽ 44 പേർ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഖത്തറിലെത്തിയവരാണ്. 1,30,866 പേർക്കാണ് രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ചത്. 237 പേർ മരിക്കുകയും ചെയ്തു. നിലവിൽ 2631 പേരാണ് ചികിത്സയിലുള്ളത്. 39 പേരെയാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതോടെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 277 ഒരാളെ ICUവിലും പ്രവേശിപ്പിച്ചു. ദോഹയിൽ UN തീവ്രവാദ വിരുദ്ധ ഓഫീസ് സ്ഥാപിക്കാനുള്ള കരാറിൽ ഖത്തർ ഒപ്പുവെച്ചു. ഖത്തറിനെ പ്രതിനിധീകരിക്കുന്ന ഷൂറ കൌൺസിലും ഐക്യരാഷ്ട്രസഭയുടെ തീവ്രവാദ വിരുദ്ധ ഓഫീസായ UNCTയുമാണ് കരാർ ഒപ്പിട്ടത്. തീവ്രവാദം തടയുന്നതിനും പോരാടുന്നതിനുമാണ് ദോഹയിൽ ഈ ഓഫീസ് സ്ഥാപിക്കാൻ UN ഒരുങ്ങുന്നത്. ഷൂറ കൌൺസിൽ സ്പീക്കറായ അഹമ്മദ് ബിൻ അബ്ദുള്ള ബിൻ സയ്യിദ് അൽ മഹ്മൂദ്, UN ഭീകരവാദ ഓഫീസ് അണ്ടർ സെക്രട്ടറി ജനറൽ വ്ളാദിമിർ വൊറോൻകോവ് എന്നിവർ വീഡിയോ കോൺഫറൻസിലൂടെയാണ് കരാർ ഒപ്പിട്ടത്. UNലെ ഖത്തറിന്റെ സ്ഥിരം പ്രതിനിധി ഷെയ്ഖ് ആലിയ ബിൻ അഹമ്മദ് ബിൻ സയ്യിദ് അൽത്താനി ചടങ്ങിൽ സന്നിഹിതയായിരുന്നു. ദോഹയിൽ UN പ്രോഗ്രാം ഓഫീസ് സ്ഥാപിക്കുന്നത് തീവ്രവാദത്തെ നേരിടുന്നതിൽ ഖത്തർ വഹിച്ച വിശിഷ്ട പങ്കിനെ അന്താരാഷ്ട്ര സമൂഹം അംഗീകരിച്ചതിന്റെ തെളിവാണെന്ന് ഷൂറ കൌൺസിൽ സ്പീക്കർ പറഞ്ഞു. ഭീകരതയ്ക്കെതിരായ ഒരു പുതിയ മുന്നണിയാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബഹ്റൈന്റെ സുരക്ഷാ കപ്പലുകളെ തടയേണ്ടി വന്നത് മുൻകൂർ അനുമതിയില്ലാതെ തങ്ങളുടെ സമുദ്ര അതിർത്തിയിൽ പ്രവേശിച്ചതുകൊണ്ടാണെന്ന വിശദീകരണവുമായി ഖത്തർ അധികൃതർ. ഖത്തർ തീരദേശ സുരക്ഷാ സേനയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ബഹ്റൈൻ കോസ്റ്റ് ഗാർഡിന്റെ അധികൃതരുമായി കൃത്യമായ ആശയവിനിമയം നടന്നിട്ടുണ്ട്. ബഹ്റൈൻ സുരക്ഷാ കപ്പലുകളുടെ മുഖ്യ കമാൻഡർ അതിർത്തിയിൽ നിന്ന് തിരിച്ചു പോകുന്നതിനുള്ള അപേക്ഷ ഖത്തറിന് കൈമാറിയിരുന്നു. ഇതെല്ലാം തെളിവുകളായി തങ്ങളുടെ പക്കലുണ്ടെന്നും ഖത്തർ പറഞ്ഞതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ബഹ്റൈന്റെ 2 സുരക്ഷാ കപ്പലുകളെ 3 ഖത്തർ കപ്പലുകൾ തടഞ്ഞത്. ഗൾഫ് സഹകരണ കൌൺസിൽ അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങി വരണമെന്ന് വാഷിംഗ്ടണിലെ ഖത്തർ സ്ഥാനപതി ഷെയ്ഖ് മിഷാൽ ബിൻ ഹമദ് അൽത്താനി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം പ്രാദേശിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ട്രംപ് ഭരണകൂടം തങ്ങളുടെ അവസാന നാളുകളിൽ ഖത്തർ ഉപരോധം അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് ശ്രദ്ധേയമാണ്. ഇക്കാര്യത്തിൽ തങ്ങളുടെ എല്ലാവിധ പിന്തുണയും അമേരിക്കയ്ക്ക് ഉണ്ടാവും. അതേസമയം വിഘടിച്ചു നിൽക്കുന്ന ഗൾഫിനെ എത്രയും പെട്ടെന്ന് തിരികെ കൊണ്ടുവരേണ്ടത് സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ആവശ്യമായി വന്നിരിക്കുകയാണ്. ഗൾഫ് കൌൺസിൽ അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങി വരണമെന്ന് ഖത്തർ നേതൃത്വം ആഗ്രഹിക്കുന്നു. ഇക്കാര്യത്തിൽ ഉടൻ തന്നെ വേണ്ട നടപടികൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അൽ മിഷാൽ ചൂണ്ടിക്കാട്ടി. ഖത്തറിൽ അർദ്ധവാർഷിക പരീക്ഷാ അവധി അടുത്തതോടെ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം ജീവനക്കാർക്ക് അധികൃതരുടെ നിർദ്ദേശം. കോവിഡ് വ്യാപനം ഇനിയും കെട്ടടങ്ങിയിട്ടില്ലെന്ന വസ്തുത ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം. ഖത്തറിൽ നിന്ന് വിവിധ നാടുകളിലേക്ക് യാത്ര തിരിച്ചാൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ക്വാറന്റൈൻ നിയമങ്ങളും മറ്റും തലവേദന ഉണ്ടാക്കുന്നതാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇത്തവണത്തെ അർദ്ധവാർഷിക അവധികളിൽ നാട്ടിലേക്ക് യാത്ര തിരിക്കാതിരിക്കുന്നതാണ് ഉത്തമം. വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഒരു ഉന്നത വാർത്താ സ്രോതസ്സിനെ ഉദ്ദേശിച്ച പ്രാദേശിക പത്രമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ സ്കൂളുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തങ്ങളുടെ ജീവനക്കാർക്ക് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയതായാണ് വിവരം. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൌഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9743324660 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. Azim Technologies. Think innovative. Fast Track Cargo and Logistics. Worldwide door-to-door cargo. India, Indonesia, Nepal, Sri Lanka, Philippines. Door-to-door express services. Packing and relocations. Sea and airport customs clearance. Call 74721421. Fast Track Cargo and Logistics. Worldwide door-to-door cargo. A division of Jitco Group. ഖത്തറിൽ നിങ്ങൾക്ക് വെയർഹൌസ്, ഗ്യാരേജ് എന്നിവയ്ക്ക് അനുയോജ്യമായ സ്ഥലം വാടകയ്ക്ക് 2000 മുതൽ 20,000 സ്ക്വയർ മീറ്റർ വരെ സ്ഥലം ദീർഘകാല വാടകയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക
70605585 77704459 അല്ലെങ്കിൽ 31116526. മറ്റ് മിഡിൽ ഈസ്റ്റ് വാർത്തകൾ. സൗദിയിൽ ഇന്ന് 322 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 428 പേർ കൂടി രോഗമുക്തരായി. ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 3,45,215 ആയി. രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 5,334 പേരാണ്. അതേസമയം ഇന്ന് 15 പേർ കൂടി കോവിഡ് ബാധിച്ച് മരണപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ ആകെ കോവിഡ് മരണം 5,840 ആയി. കുവൈത്തിൽ ഇന്ന് പുതുതായി 330 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ സ്ഥിരീകരിച്ച കേസുകളുടെ എണ്ണം 1,41,547 ആയി. ഇന്ന് ഒരാൾ കൂടി കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു. ഇതോടെ കുവൈത്തിൽ ആകെ മരണം 872 ആയി. രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 5,925 പേരാണ്. 80 പേർ തീവ്രപരിചരണത്തിൽ കഴിയുന്നു. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 717 പേർ കൂടി കോവിഡ് രോഗമുക്തി നേടി. ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 1,34,750 ആയി. വേതന വ്യവസ്ഥകൾ കൃത്യമല്ലാത്ത തൊഴിൽ കരാറുകൾ സാക്ഷ്യപ്പെടുത്തില്ലെന്നും തൊഴിലാളിയുടെയും തൊഴിലിന്റെയും വിവരങ്ങൾ പൂർണ്ണമായിരിക്കണമെന്നും UAE മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. വേതനം, തൊഴിൽ സമയം, തസ്തിക എന്നിവ കരാറുകളിൽ വ്യക്തമാക്കണമെന്ന് മന്ത്രാലയം അധികൃതർ അറിയിച്ചു. സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ തൊഴിൽ കരാറുകൾക്ക് അംഗീകാരം ലഭിക്കാനുള്ള പ്രധാന വ്യവസ്ഥയാണിത്. ജോലിയിൽ പ്രവേശിക്കുന്ന തൊഴിലാളികൾ നിയമനത്തിന് മുന്നോടിയായി കമ്പനികൾ നൽകുന്ന തൊഴിൽ വാഗ്ദാന പത്രികയും കരാറും വ്യക്തമായി പരിശോധിക്കണം. എന്തെങ്കിലും വ്യത്യാസമോ സംശയമോ ഉണ്ടെങ്കിൽ അധികൃതരെ അറിയിക്കുകയും ചെയ്യണം. തൊഴിലാളി രാജ്യത്തെത്തി 60 ദിവസത്തിനകം കരാർ നടപടി പൂർത്തിയാക്കണം. കരാറുകൾ സാക്ഷ്യപ്പെടുത്താൻ തഹ്സീൽ സെന്ററുകൾ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. 60 ദിവസം പിന്നിട്ടാൽ വൈകിയ ഓരോ മാസത്തിനും തൊഴിലുടമയിൽ നിന്ന് 100 ദിർഹം വീതം പിഴ ഈടാക്കും. സ്വകാര്യ മേഖലയിലെ മുഴുവൻ സ്ഥാപനങ്ങളും അവരുടെ ജീവനക്കാരുടെ താമസ സ്ഥലങ്ങളുടെ വിവരങ്ങൾ സൗദി പാർപ്പിടകാര്യ മന്ത്രാലയത്തിന് കീഴിലെ EJAR നെറ്റ്വർക്കിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് സൗദി മാനവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം അറിയിച്ചു. തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ EJAR നെറ്റ്വർക്കിൽ രജിസ്റ്റർ ചെയ്യാത്ത പക്ഷം പ്രവാസികൾക്ക് പുതിയ വർക്ക് പെർമിറ്റുകൾ അനുവദിക്കുന്നതിനും പെർമിറ്റ് പുതുക്കി നൽകുന്നതും നിർത്തിവെക്കും. ഇതോടെ ഇഖാമ പുതുക്കാനും കഴിയാതെയാവും. ജീവനക്കാരുടെ വ്യക്തിഗതവും കൂട്ടമായുള്ളതുമായ താമസ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സ്ഥാപനങ്ങൾക്കുള്ള EJAR നെറ്റ്വർക്കിലെ ഗ്രൂപ്പ് ഹൌസിംഗ് പ്ലാറ്റ്ഫോമിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. സ്ഥാപനങ്ങൾ പാലിക്കേണ്ട നിബന്ധനകൾ പാലിക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിനും തൊഴിലാളികളുടെ ജോലി സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായി താമസ സൗകര്യങ്ങൾ ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനങ്ങളെ വിലയിരുത്തുകയും ചെയ്യുന്നതിനാണ് താമസ സ്ഥലങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത്. കൂട്ടായതും വ്യക്തിഗതവുമായി പാർപ്പിട യൂണിറ്റുകളുടെ വിഭാഗങ്ങൾ, അവ വാടകയ്ക്കെടുത്തതാണോ, സ്വന്തം ഉടമസ്ഥതയിലുള്ളതാണോ തുടങ്ങിയ വിവരങ്ങളും രജിസ്റ്റർ ചെയ്യുമ്പോൾ രേഖപ്പെടുത്തണം. കേരള വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 5,378 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചതിൽ 76 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4,670 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 582 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 50 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജില്ല തിരിച്ചുള്ള കണക്കുകൾ പ്രകാരം മലപ്പുറം ജില്ലയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ജില്ലയിൽ 719 പേർക്കാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 686, തൃശൂർ 573, എറണാകുളം 472, തിരുവനന്തപുരം 457, കോട്ടയം 425, കൊല്ലം 397, പാലക്കാട് 376, ആലപ്പുഴ 347, ഇടുക്കി 256, കണ്ണൂർ 226, പത്തനംതിട്ട 207, വയനാട് 151, കാസർഗോഡ് 86 എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് ഉയർന്ന രോഗമുക്തിയാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 5,970 പേർ കൂടി രോഗമുക്തരായതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 5,16,978 ആയി. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 27 പേരാണ് വൈറസ് ബാധിച്ച് മരണപ്പെട്ടത്. ഇതോടെ ആകെ മരണം 2,148 ആയി. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 20.2 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ ഇന്ന് 215 പേർക്ക് കോവിഡ്, 248 പേർ കൂടി രോഗമുക്തരായി. തീവ്രവാദത്തിനെതിരെ പോരാടാൻ ഖത്തറിൽ പുതിയ ഓഫീസ് നിർമ്മിക്കാനൊരുങ്ങി UN. ബഹ്റൈന്റെ കപ്പലുകളെ തടഞ്ഞത് അനുമതിയില്ലാതെ സമുദ്ര അതിർത്തിയിൽ പ്രവേശിച്ചതിനാണെന്ന് ഖത്തർ. ഗൾഫ് സഹകരണ കൌൺസിൽ അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങി വരണമെന്ന് ഖത്തർ. ഖത്തറിൽ അർദ്ധവാർഷിക അവധി പ്രമാണിച്ച് നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം ജീവനക്കാർക്ക് നിർദ്ദേശം. സൗദിയിൽ കോവിഡ് രോഗമുക്തി നിരക്ക് ഉയരുന്നു. ഇനി ചികിത്സയിലുള്ളത് 5,334 പേർ. പ്രസ് 4 ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ന്യൂസ് പോർട്ടൽ www.press4news.live സന്ദർശിക്കുക. അല്ലെങ്കിൽ www.facebook.com/press4.live ലൈക്ക് ചെയ്യുക. ആൻഡ്രോയിഡ് iOS ഫോണുകളിൽ പ്രസ് 4 ന്യൂസ് ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ദോഹയിലെ വാർത്തകളും വിശേഷങ്ങളും പ്രസ് 4 ന്യൂസിനെ അറിയിക്കാൻ നിങ്ങൾക്കും അവസരമൊരുങ്ങുന്നു. വാട്സ്ആപ്പ് സന്ദേശമായോ അല്ലാതെ നിങ്ങൾക്ക് വാർത്തകൾ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് 33852756 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം.